സ്നേഹിതരെ, ഏവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം. കേരളത്തിൻ്റെ കലാവേദികളിൽ ഒരു കാലത്ത് നിറഞ്ഞു നിന്ന കലാരൂപമാണ് വിൽപ്പാട്ട്. പുരാതന കാലത്ത് ഗ്രാമപ്രദേശങ്ങളിൽ ബൈബിൾ പഠനം സുഗമമാക്കുന്നതിന് വേണ്ടി പല പല കലാരൂപങ്ങൾ സ്വീകരിച്ചിരുന്നു. അതിലൊന്നാണ് വിൽപ്പാട്ട്. ആധുനിക കാലഘട്ടത്തിൽ ഈ കലാരൂപത്തിന് പ്രസക്തി കുറഞ്ഞു എങ്കിലും ബൈബിളിലെ ഒരു കഥയെ ആസ്പദമാക്കി ഈ വിൽപ്പാട്ട് ഞങ്ങളിതാ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. ആശീർവദിച്ചാലും. തിരുവിതാംകൂറിലും കന്യാകുമാരിയിലും ഒരു കാലത്ത് പ്രചാരത്തിലിരുന്ന കലാരൂപമാണ് വിൽപ്പാട്ട്. അതിനെ അനുകരിച്ച് കാൽവറി സഭയിലെ വനിതാ സംഘം അവതരിപ്പിക്കുന്നു വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും അടർത്തിയെടുത്ത ഒരു ജീവിത കഥയാണ് ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. പഴയ നിയമകാലത്തിൽ, അതായത് യേശുക്രിസ്തുവിന്റെ ജനനത്തിന് മുൻപ് ഉണ്ടായിരുന്ന ഒരു അനുഭവ കഥയാണ് ഇത്. സൃഷ്ടിയിൽ സൗന്ദര്യച്ചാർത്തുകളേകിയ ശില്പിയെ സർവനാഥനാം ദൈവമേ, സൃഷ്ടിയിൽ സൗന്ദര്യച്ചാർത്തുകളേകിയ ശില്പിയെ സർവനാഥനാം ദൈവമേ, സൃഷ്ടിയിൽ സൗന്ദര്യച്ചാർത്തുകളേകിയ ശില്പിയെ സർവനാഥനാം ദൈവമേ, കലാപ്രേമികളെ, സഭാവിശ്വാസികളെ, ഏവർക്കും ഞങ്ങളുടെ കൂപ്പുകൈ. ദൈവജനമായ ഇസ്രായേൽ അന്യദൈവങ്ങളെ ആരാധിച്ച് ദൈവത്തിന് അനിഷ്ടമായുള്ളത് ചെയ്തു. അതു നിമിത്തം അവർക്ക് പല ശിക്ഷകളും അനുഭവിക്കേണ്ടതായി വന്നു. ആരാണ് ഈ ഇസ്രായേൽ? വേർതിരിച്ചൊരു ജനമാണ് ഇസ്രായേൽ. ദൈവം നൽകിയ വാഗ്ദാനത്തിൻ ഫലമാണ് ഇസ്രായേൽ. ദൈവം വിളിച്ചു വേർതിരിച്ചൊരു ജനമാണ് ഇസ്രായേൽ. ദൈവം നൽകിയ വാഗ്ദാനത്തിൻ ഫലമാണ് ഇസ്രായേൽ. ലോകജ്ഞാനികൾ രാജാക്കന്മാർ ഉദയം കൊണ്ടൊരു ജാതി. ലോകജ്ഞാനികൾ രാജാക്കന്മാർ ഉദയം കൊണ്ടൊരു ജാതി. ലോകത്തിനൊരു രക്ഷകനായി യേശു പിറന്നൊരു ജാതി. ലോകത്തിനൊരു രക്ഷകനായി യേശു പിറന്നൊരു ജാതി. ഇസ്രായേൽ, 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 ഇസ്രായേൽ. ഇന്നും ലോകരാഷ്ട്രങ്ങളിൽ ഇസ്രായേൽ മുൻപന്തിയിൽ തന്നെയാണ്. എങ്കിലും അവരുടെ അനുസരണക്കേടിൽ നിന്നും വീണ്ടെടുക്കാനായി പ്രവാചകന്മാരെയും ന്യായാധിപന്മാരെയും രാജാക്കന്മാരെയും ദൈവം അയച്ചു. അതിൽ ഒരു ന്യായാധിപതിയായി ദൈവം തിരഞ്ഞെടുത്ത വീരശൂരനായ പരാക്രമശാലിയാണ് നമ്മുടെ കഥാപാത്രം. വീരശൂര പരാക്രമശാലിയായ യുദ്ധ ദേശവാസിയായ യുദ്ധവീര യുദ്ധ വീരശൂര പരാക്രമശാലി
അതിരിക്കട്ടെ, എവിടെയാണ് ഈ സംഭവം നടന്നത്? കേരളത്തിൽ വല്ലതും തന്നെയാ? അല്ലേ അല്ല, പിന്നെ പിന്നെ എവിടെയാണ്? അങ്ങ് മധ്യേഷ്യയിൽ യോർദാൻ നദിക്കും മെഡിറ്ററേനിയൻ കടലിനും ഇടയിലുള്ള ഫലപുഷ്ടമായ ഒരു പ്രദേശം, പാലസ്തീൻ. സമൃദ്ധിയുടെ മടിത്തട്ടാണ് പാലസ്തീൻ. സുഗന്ധ തൈലം, വിഭവ സമ്പത്തുകൾ, മൃഗസമ്പത്ത് എല്ലാം കൊണ്ടും സമൃദ്ധിയുടെ കേളിരംഗമായിരുന്നു പാലസ്തീൻ. അവിടെയാണ് ഇഫ്താർ ന്യായപാലനം ചെയ്തിരുന്നത്. എന്നാൽ ഇന്നത്തെ പാലസ്തീന്റെ സ്ഥിതി അതല്ല കേട്ടോ. അമോന്യരുടെയും ഫെലിസ്തീനരുടെയും പീഡനങ്ങളാൽ വലഞ്ഞ ഇസ്രായേൽ മക്കൾ ദൈവത്തോട് നിലവിളിച്ചു. ഓഹോ, പാപം ചെയ്തു പോയി ഞങ്ങൾ, പരീക്ഷിതരായിത്തീർന്നു. പാപം ചെയ്തു പോയി ഞങ്ങൾ, പരീക്ഷിതരായിത്തീർന്നു. കാരുണ്യം കാട്ടണേ ഞങ്ങളിൽ, കരുണാനിധേ കാരുണ്യം കാട്ടണേ ഞങ്ങളിൽ. ദീർഘക്ഷമയും മഹാദേയമുള്ള ദൈവം അവരുടെ നിലവിളിയിൽ മനസ്സലിഞ്ഞു. ഇഫ്താഹിനെ ന്യായപാലനം ചെയ്യാൻ നിയോഗിച്ചു. ഇഫ്താഹിത യുദ്ധത്തിനായി ഒരു നേർച്ചയോടെ പുറപ്പെടുന്നു. എന്തോ നേർച്ചയോ? എന്താണാ നേർച്ച? യുദ്ധത്തിൽ ഞാൻ ജയിച്ചു വരുമ്പോൾ എന്നെ എതിരേറ്റ് വരുന്നത് എന്ത് തന്നെയായാലും അത് യഹോവയ്ക്കുള്ളതാണ്. അത് ഞാൻ ദൈവത്തിന് ഹോമയാഗമായി അർപ്പിക്കും. അവൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സർവശക്തിയും ഉപയോഗിച്ച് പടയ്ക്കൊരുങ്ങി. ആരാധ്യനാകും പിതാവേ, ഞങ്ങൾ ആരാധിക്കുന്നൊരു നേർച്ചയോടെ, ജയശാലിയായി വരും എന്നെ എതിരേൽക്കാൻ ജയഘോഷത്തോടാദ്യം എത്തുന്നോനേ. ജയശാലിയായി വരും എന്നെ എതിരേൽക്കാൻ ജയഘോഷത്തോടാദ്യം എത്തുന്നോനേ. ഹോമയാഗം ചെയ്യാൻ ജയജയോടെ. അമോന്യരുമായുള്ള യുദ്ധത്തിന് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുന്ന ഇഫ്താഹിനെ നോക്കൂ. പടച്ചട്ടയണിഞ്ഞു പടനായകന്മാർ, വാളും പരിചയുമേന്തി. അരക്കച്ചയണിഞ്ഞു യോദ്ധാവാർ, കരുത്തോടെ നിന്നു ഇഫ്താർ. അരക്കച്ചയണിഞ്ഞു യോദ്ധാവാർ, കരുത്തോടെ നിന്നു ഇഫ്താർ. യുദ്ധം കൊടുമ്പിരി കൊണ്ടു. അമോന്യരുടെ കുതിരക്കുളമ്പടികൾ നിലച്ചു. രഥങ്ങൾ തീയിലിട്ട് ചുട്ടുകളഞ്ഞു. രാജാക്കന്മാർ ഓടി ഒളിച്ചു. ഗുഹകൾ തേടി, ഒളിത്താവളങ്ങൾ തേടി, പ്രാണരക്ഷാർത്ഥം ഓടി. അടക്കളം പടതോറ്റ രാജാക്കളോടി, ഉഷസന്ധ്യയോളം പൊരുതി. അമോന്യ രാജാക്കൾ തോറ്റോടി,
ജയിച്ച ഇഫ്താഹ് ജയോത്സവം കൊണ്ടാടി അതാ വരുന്നു. ഇഫ്താഹ് യുദ്ധത്തിൽ ജയിച്ച വിവരം വീട്ടുകാരറിഞ്ഞോ? അറിഞ്ഞു. ഇപ്പോൾ ഇഫ്താഫിന്റെ വീട്ടിൽ എന്താണ് നടക്കുന്നത്? അപ്പന്റെ വിജയഭേരി കേട്ട് മകൾ ആർത്തു സന്തോഷിക്കുന്നു. തോഴിമാരോടൊത്ത് അപ്പനെ എതിരേൽക്കാൻ അതാ വീടിന്റെ വാതിൽക്കലോളം എത്തിക്കഴിഞ്ഞു. തപ്പിനോടും നൃത്തത്തോടും താളമേളാദികളോടും അപ്പനെ എതിരേൽക്കാൻ വരുന്നുണ്ടല്ലോ പൊന്നോമലാൾ, അപ്പനെ എതിരേൽക്കാൻ വരുന്നുണ്ടല്ലോ. തപ്പിനോടും നൃത്തത്തോടും താളമേളാദികളോടും അപ്പനെ എതിരേൽക്കാൻ വരുന്നുണ്ടല്ലോ പൊന്നോമലാൾ, അപ്പനെ എതിരേൽക്കാൻ വരുന്നുണ്ടല്ലോ. അയ്യോ, എന്റെ ഏക മകളല്ലേ ദാ വരുന്നത്. സുന്ദരിയാണവൾ, സുമുഖിയാണവൾ, സുമാലിയാണവൾ, സുശീലയാണവൾ. സുന്ദരിയാണവൾ, സുമുഖിയാണവൾ, സുമാലിയാണവൾ, സുശീലയാണവൾ. കാരുണ്യത്തിടമ്പവൾ, കന്യകയാണവൾ, വാത്സല്യസൂനുവാ പുത്രിയാണവൾ. കാരുണ്യത്തിടമ്പവൾ, കന്യകയാണവൾ, വാത്സല്യസൂനുവാ പുത്രിയാണവൾ. ഓഹോ, ഇഫ്താഹിന് എന്ത് സംഭവിച്ചു? ഇഫ്താഹ് ഞെട്ടി തന്റെ വസ്ത്രം കീറി നേർച്ച ഓർത്ത് സ്തബ്ധനായിപ്പോയി. അയ്യോ, എന്റെ പൊന്നുമോളെ, നീ എന്റെ നൃത്തമെല്ലാം വിലാപമാക്കിയല്ലോ. എന്താണപ്പ വിജയകളൊന്നും മുഴക്കേണ്ടതല്ലേ? ഇപ്പോ അപ്പൻ എന്തിനാണ് ഇങ്ങനെ അലമുറയിട്ട് കരയുന്നത്? നേർന്നു പോയി ഞാൻ ഓയായിരുന്നു ജയശാലിയായി വരും എന്നെ ആദ്യം എതിരേൽപ്പോനെ. ജയശാലിയായി വരും എന്നെ ആദ്യം എതിരേൽപ്പോനെ. ഞാൻ എന്ത് ചെയ്യുന്നു? എന്റെ നേർച്ച, എന്റെ നേർച്ച, എന്റെ നേർച്ച. മകൾക്ക് എന്താണ് സംഭവിച്ചത്? അപ്പന്റെ നേർച്ച കേട്ട് മകൾ സ്തംഭിച്ചുപോയി. സ്വീകരിക്ക എന്നിൽ നാം ഹോമയാഗമാകുതനാ. തരുന്നു നിൻ കൈകളിൽ, വരുന്നു യാഗമായി തീരാൻ. തരുന്നു നിൻ കൈകളിൽ, വരുന്നു യാഗമായി തീരാൻ. മകൾ അപ്പന്റെ നേർച്ചയ്ക്ക് അനുസരണയുള്ള ഒരു കുഞ്ഞാടിനെ പോലെ ഏൽപ്പിച്ചു കൊടുത്തു. എങ്കിലും എന്താണ്? അപ്പാ, എനിക്ക് 2 മാസം സമയം വേണം. ഞാൻ എൻ്റെ സഖിമാരോടെല്ലാം യാത്ര പറഞ്ഞിട്ട് മടങ്ങി വരാം. ഒരു പൂമ്പാറ്റെ പോലെ അവൾ ആടിപ്പാടി തോട്ടങ്ങളിലേക്ക് കടന്നു. ശാരോനിൻ പനിനീർ
മലകളോടും പുഴകളോടും സഖിമാരോടും കിളികളോടും യാത്ര ചോദിച്ച് മടങ്ങി വരുന്നു. നീലാജലാശയമേ എനിക്കിന്ന് നീ കരുതാക ജലം. നീലാജലാശയമേ എനിക്കിന്ന് നീ കരുതാക ജലം. യാത്ര ചൊല്ലുന്നു ഞാൻ ദാഹജലം ഏകി, യാത്രയാക്കിയിടുക നീ എന്നെ ഇന്ന്. യാത്ര ചൊല്ലുന്നു ഞാൻ ദാഹജലം ഏകി, യാത്രയാക്കിയിടുക നീ എന്നെ ഇന്ന്. നീലാജലാശയമേ എനിക്കിന്ന് നീ കരുതാക ജലം. മടങ്ങി വന്ന തൻ്റെ പൊന്നോമന മകളെ ഇഫ്താഖ് യാഗം കഴിച്ച് നേർച്ച നിവർത്തിച്ചു. എന്നാൽ പുതിയ നിയമത്തിൽ യാഗാർപ്പണം കാൽവരിക്കുരിശിൽ യേശുക്രിസ്തു നിവർത്തിച്ചു. അതുകൊണ്ട് പഴയ നിയമകാലത്തിലെ യാഗങ്ങളെക്കുറിച്ച് ഓർത്ത് ഇനി വ്യാകുലപ്പെടേണ്ട. അക്കാലമെല്ലാം മാറിപ്പോയി. ഇക്കാലം യാഗം വേണ്ട. എന്നാൽ ഈ കഥയിലെ യാഗാർപ്പണം യഹോവയായ ദൈവം കൽപ്പിച്ചതല്ല. ഇഫ്താഖ് തൻ്റെ സ്വന്തം തീരുമാനപ്രകാരം അർപ്പിച്ചതാണ്. അക്കാലം മാറിപ്പോയി, ഇക്കാല യാഗം വേണ്ട. അക്കാലം മാറിപ്പോയി, ഇക്കാല യാഗം വേണ്ട. യാഗമേ വേണ്ട, യാഗമേ വേണ്ട, യാഗം ഇനിയും വേണ്ട. യാഗമേ വേണ്ട, യാഗമേ വേണ്ട, യാഗം ഇനിയും വേണ്ട. തിന്തക്കത്ത് വ്രതത്തെ ഹൈ, തിന്തക്കത്ത് വ്രതത്തെ ഹൈ ഹൈ, തിന്തക്കത്ത് വ്രതത്തെ ഹൈ, തിന്തക്കത്ത് വ്രതത്തെ ഹൈ ഹൈ. കാലറി യാഗം മാറി, കാലത്തിൻ ശാപം മാറി. കാലറി യാഗം മാറി, കാലത്തിൻ ശാപം മാറി. യാഗമേ വേണ്ട, യാഗമേ വേണ്ട, യാഗം ഇനിയും വേണ്ട. യാഗമേ വേണ്ട, യാഗമേ വേണ്ട, യാഗം ഇനിയും വേണ്ട. തിന്തക്കത്ത് വ്രതത്തെ, തിന്തക്കത്ത് വ്രതത്തെ, തിന്തക്കത്ത് വ്രതത്തെ, തിന്തക്കത്ത് വ്രതത്തെ. കൈത്തളം മേളമോടെ കൈകൊട്ടി പാടി പാടി, കൈത്തളം മേളമോടെ കൈകൊട്ടി പാടി പാടി. സ്തോത്രം സ്തുതിയേകിടാം സൗരഭ്യയാഗമായി, സ്തോത്രം സ്തുതിയേകിടാം സൗരഭ്യയാഗമായി. തിന്തക്കത്ത് വ്രതത്തെ ഹൈ, തിന്തക്കത്ത് വ്രതത്തെ ഹൈ ഹൈ, തിന്തക്കത്ത് വ്രതത്തെ ഹൈ, തിന്തക്കത്ത് വ്രതത്തെ ഹൈ ഹൈ, തിന്തക്കത്ത് വ്രതത്തെ ഹൈ, തിന്തക്കത്ത് വ്രതത്തെ ഹൈ ഹൈ, തിന്തക്കത്ത് വ്രതത്തെ ഹൈ, തിന്തക്കത്ത് വ്രതത്തെ ഹൈ ഹൈ. പ്രിയ സ്നേഹിതരെ, സ്നേഹബന്ധത്തിനും അനുസരണത്തിനും വില കൊടുക്കാത്ത ഈ കാലയളവിൽ അക്രമം, അനീതി, ക്രൂരമായ കൊലപാതകങ്ങൾ, സ്ത്രീ പീഡനം, മദ്യപാനം, മയക്കുമരുന്നിൻ്റെ അതിപ്രസരണം, ലൗകികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള തീവ്രശ്രമം, യുദ്ധക്കൊതി, ഇവയെല്ലാം നടമാടുമ്പോൾ മറുവശത്ത് അപ്പനും മകളുമായുള്ള സ്നേഹബന്ധം, അനുസരണം, ഇവ മുതൽക്കൂട്ടായി നിൽക്കുന്നു. എല്ലാറ്റിനും ഉപരി യഹോവയായ ദൈവത്തോടുള്ള ഉടമ്പടി, ഇവ നമുക്ക് മാതൃകയായിരിക്കട്ടെ. നേർച്ച കാഴ്ചകളിലല്ല, സ്തോത്രമെന്ന യാഗമർപ്പിച്ച് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. ഇവിടെ ഞങ്ങളുടെ കഥയ്ക്ക് വിരാമമിടുന്നു. നന്ദി.